പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന്റെ വിവാഹ തട്ടിപ്പിന്റെ വിവരങ്ങൾ 24 ലഭിച്ചു. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് കോട്ടയത്തെ പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. രാഹുലിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പണത്തിന് സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് കുടുംബം വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിലെ ചില ആളുകൾ പറയുന്ന ഇവരൊക്കെ നിരപരാധികളാണ് എന്നാണല്ലോ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ കുടുംബത്തിനെതിരെ, പ്രത്യേകിച്ച് അമ്മയ്ക്കും സഹോദരിക്കുമെതിരെയുള്ള ആരോപണം നേരത്തെ തന്നെ പറവൂരിലെ പെൺകുട്ടിയും അവരുടെ കുടുംബവും ഉന്നയിച്ചതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലും പറയുന്നത്. ജർമ്മനിയിലേക്ക് കോട്ടയത്തെ പെൺകുട്ടിയെ കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകിയാണ് ആ പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചത് എന്നുള്ളതാണ് ആ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. ഒപ്പം അതിനു മുൻപ് തന്നെ, അതായത് വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട്, ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ നിരന്തരമായി വിളിക്കുകയും അത് കൊടുക്കാതായപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം സ്ത്രീധനം എന്നുള്ള പേരിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പക്കൽ നിന്നും പണം ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. എന്തായാലും ആ പരാതിയിന്മേലുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ രാഹുലിനെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ രാഹുൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ഈ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും പെൺകുട്ടിയുടെ പരാതി വ്യക്തമായിട്ട് തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുമായുള്ള വിവാഹം മെയ് 5 തന്നെയാണ് ഉറപ്പിച്ചിരുന്നത്. അത് ഗുരുവായൂർ വെച്ചാണ് ഉറപ്പിച്ചിരുന്നത്. ആ പെൺകുട്ടി ബുക്ക് ചെയ്ത ഓഡിറ്റോറിയത്തിലാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള വിവാഹം നടത്തിയത് എന്നുള്ളതും വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് കോട്ടയത്തെ പെൺകുട്ടി പണമടച്ച് ബുക്ക് ചെയ്ത ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടത്തിയത്. അങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ പരാതി കൂടി രാഹുലിനെതിരെ നിലവിൽ വന്നിട്ടുണ്ട്. അതടക്കം വിവാഹ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി പരാതികളാണ് പല കോണുകളിൽ നിന്നിപ്പോൾ രാഹുലിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെ ആരോപണങ്ങൾ രാഹുലിൻ്റെ കുടുംബം തള്ളിക്കളഞ്ഞു. സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ല എന്നും മുമ്പ് നിശ്ചയം കഴിഞ്ഞ വിവരം പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലിൻ്റെ മാതാവ്. എന്നാൽ ഇക്കാര്യം പെൺകുട്ടിയുടെ പിതാവ് നിഷേധിച്ചു. നേരത്തെ വിവാഹിതനായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ മകളെ വിവാഹം ചെയ്ത് നൽകില്ലായിരുന്നുവെന്നാണ് പിതാവ് 24 പറഞ്ഞത്. നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല കുട്ടി, പിന്നെ നമ്മൾ എപ്പോൾ സ്ത്രീധനം ചോദിക്കാനാ? എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചോദിക്കൂല. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരിക്കലും ആ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇവള് പറയുന്നത് ഞങ്ങളെല്ലാം ഒഴിവായി കൊടുക്കണം, അതായത് എന്നെ ഉൾപ്പെടെ അമ്മയും പെങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ഒഴിവായി കൊടുത്താൽ ഓൾ ഇവിടെ നിൽക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കൂല. ഒരിക്കലും അല്ല, ഞാൻ അത് എവിടെ വേണമല്ലോ എന്ന് പറയാം. ഒരിക്കലും ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടില്ല. അവർ കുട്ടിയോടും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നുള്ള രീതിയാണ്. ഇത്ര വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് കുറവാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മകളോട് പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് അത് അവർ മറ്റ് രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നറിയാൻ അവർ പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഈ കുട്ടിയുടെ ഞങ്ങൾ 26 പേരാണ് അവിടെ ചെന്നത്, കുട്ടികളടക്കം. അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, എൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും. കാരണം വെച്ചാൽ അത്ര വികൃതമായിരുന്നു മുഖം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത വിജി ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് രണ്ട് കുടുംബത്തിൻ്റെ ആളുകൾ പറയുന്നത്? SKN പ്രധാനമായും പറയുന്നത്, ഈ രാഹുലിന്റെ അമ്മ പറയുന്നത് മുഴുവനും പച്ചക്കള്ളം എന്നുള്ളത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ പിതാവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ മകനെ രക്ഷിക്കാനുള്ള അടവാണ് ഇപ്പോൾ രാഹുലിന്റെ അമ്മ നടത്തുന്നതെന്നും പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ട് തന്നെയാണ് അന്ന് മർദ്ദനം നടന്നതെന്നും അവർ ഉറപ്പിക്കുകയാണ്. കാരണം സ്ത്രീധനം കൂടുതൽ വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. തന്റെ മകൻ ഒരു കൃത്യമായ പൊസിഷനിലുള്ള ആളാണ്, അപ്പോൾ എന്ത് നൽകണമെന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന തരത്തിൽ തുടക്കത്തിൽ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രാഹുലിന്റെ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം, രാഹുലിന് മുൻപ് രാഹുൽ വിവാഹിതനായിരുന്നു എന്നുള്ള കാര്യം താൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരറിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അക്കാര്യമൊക്കെ രാഹുലിന്റെ കുടുംബം മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്റെ മകളെ അങ്ങനെ വിവാഹം ചെയ്ത് കൊടുക്കില്ലായിരുന്നല്ലോ എന്നും പിതാവ് ഇപ്പോൾ 24നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഇങ്ങനെ ഒരു രണ്ടാം വിവാഹത്തിന് അങ്ങനെ ആരെങ്കിലും തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. രാഹുൽ മുൻപ് വിവാഹം നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ആ പിതാവ് വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു വിനീത വിജി.